ഹലോ, എല്ലാവർക്കും രണ്ട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നേ. അപ്പോൾ 10:30 11 ആയിരുന്നു. അപ്പോൾ കുളിച്ച് അപ്പം തന്നെ ഞങ്ങൾ കണിയൊക്കെ വെക്കുമായിരുന്നു. കാരണം നമ്മൾ 12 മണിക്ക് ഒരുപാട് കണിയൊക്കെ വെക്കണമല്ലോ. അപ്പം അതെങ്ങനെയാണ് ഞങ്ങൾ കണി വെച്ചത്, പിന്നെ നമ്മുടെ ഹിന്ദു സമാജത്തിൽ നെക്സ്റ്റ് ഡേയിലത്തെ വിഷു ആഘോഷം, അതൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂവേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ വിചാരിക്കണം. അപ്പം എനിക്കറിയാം നമ്മുടെ കണിയും വിഷുവും എല്ലാം കഴിഞ്ഞ് കുറേ നാളായി. ഇപ്പോഴാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന നമ്മുടെ ഉരുളിയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പം നാട്ടിൽ നമ്മൾ അയ്യപ്പൻ നായർ ആൻഡ് സൺസിൽ നിന്ന് മേടിച്ചാണ് ആ ഉരുളി. ഞാൻ ഒന്നും നിങ്ങളെ വിശദമായിട്ട് കാണിക്കാം. പിന്നെ നമ്മൾ നാരായണീയം ശ്രീ ലളിത സഹസ്രനാമ ബുക്ക് നമ്മൾ താളിയോലയിൽ എഴുതിയത് മേടിച്ചായിരുന്നു. ഫൈബറിൻ്റെയാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക, നീതിന്യായ ഷോപ്പ് അല്ലല്ലോ, എന്താണ് ആ ഷോപ്പിന് തൊട്ടടുത്തൊരു മുല്ലപ്പൂക്കടയുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മുല്ലപ്പൂവും മേടിച്ചത്. അപ്പം മുല്ലപ്പൂവാണ് നമ്മുടെ കൃഷ്ണൻ്റെ ചാർത്തിയേക്കുന്നത്. പിന്നെ ഞാൻ നെടുങ്കാടെന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് നമ്മുടെ പ്ലാസ്റ്റിക് കണിക്കൊന്ന പൂക്കൾ കേട്ടോ. അപ്പം അങ്ങനെ കുറച്ചൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പിന്നെ നമ്മുടെ ഒറിജിനൽ കണിക്കൊന്നപ്പൂവ് ഞങ്ങൾ മനുമാമനാണെങ്കിൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് നമ്മുടെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. ഞാനിതൊക്കെ ആക്ച്വലി മറന്നു. എല്ലാം ആ സമയത്താണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കണിയൊക്കെ വെച്ച് രാവിലെ എഴുന്നേറ്റ് കണി കണ്ടിട്ടാണ് നമ്മൾ വിഷു പരിപാടിക്ക് പോകുന്നത്. അപ്പം അധികം നേരമൊന്നും കിടന്നുറങ്ങിയില്ല. അപ്പം നമ്മുടെ വിഷുക്കണി നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വിഷുക്കണി പ്രിപ്പയർ ചെയ്തു. അപ്പം അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിക്കാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് പിന്നെയും വിളക്കൊക്കെ കത്തിച്ച് കണി കണ്ടിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് ഉണർത്തി. മോൻ ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. അപ്പം മോൻ പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഞാൻ കണിയൊന്ന് കാണിക്കാം കേട്ടോ. അങ്ങോട്ട് വരുന്ന സ്ഥിരമായതുകൊണ്ട് നമുക്ക് ആരും ഒന്നും മേടിച്ച് തരാനൊന്നും ഇല്ലായിരുന്നു. അവൻ നമ്മളവിടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന നമ്മുടെ ഒരു മനുമാമൻ കൊണ്ടുത്തന്നാണ് ചക്ക. പിന്നെ ഞാൻ മേടിച്ചാണ് വെള്ളരിക്ക. പിന്നെ നമ്മുടെ വീട്ടിൽ സ്വന്തം മാങ്ങയും പിന്നെ മനുമാമൻ കൊണ്ടുത്തന്നാണ് നമ്മുടെ കണിക്കൊന്നപ്പൻ്റെ ആഗ്രഹം കൊണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ കടയുടെ അവിടുത്തെ പൂജ സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. മുല്ലപ്പൂ കൃഷ്ണന് വലിയൊരു മുല്ലപ്പൂ മാല ഇട്ടു. അപ്പം പിന്നെ നമ്മുടെ എന്താ പറയുക, വിശറി നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. പറ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അടുത്തുള്ള പൂജക്കടയിൽ മേടിച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക, അഷ്ടമംഗലത്തട്ടിലുള്ള എണ്ണ ഒഴിക്കുന്നത് അതാണ്. അത് നമ്മുടെ ആ കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ കൃഷ്ണനെ മണി അണിച്ച് എണ്ണയിപ്പിക്കുന്നത് അതൊക്കെ. പിന്നെ ഇതമ്മൂത്ത് എൻ്റെ അമ്മ തക്കുടിന് മേടിച്ചു കൊടുത്ത വിഷുക്കോടിയാണ്. നമ്മുടെ ആ ഇതല്ലേ ഞാൻ മേടിച്ച ആ കടയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ മേടിച്ചത് നമ്മുടെ കൃഷ്ണൻ നമ്മുടെ ഗുരുവായൂരമ്പലത്തിലുള്ളൊരു കടയിൽ നിന്നാണ്. അപ്പം താളിയോല ഗ്രന്ഥവും ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ കൃഷ്ണൻ്റെ അവിടെയുള്ളൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഗുരുവായൂരപ്പൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വിഷുക്കണി കേട്ടോ. അപ്പം നമ്മുടെ ഹിന്ദു സമാജത്തിന് എന്താ പറയുക, വിഷു കൂടാൻ വേണ്ടി പോകും. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കൊന്നപ്പൂ മേടിച്ചോണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും നാട്ടിലൊക്കെ പോകാൻ പറ്റും നമുക്ക് ഉറപ്പില്ലല്ലോ. അത് കാരണം മൊത്തം പ്ലാസ്റ്റിക്കാന്ന് പറയാൻ പറ്റത്തില്ല. ഇത് മൊത്തം പ്ലാസ്റ്റിക്, ഇത് മൊത്തം തുണിയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് പിന്നെ നമുക്ക് ഉപയോഗിക്കാം. അവിടെയും ഞാൻ ഒരെണ്ണം കെട്ടിയാനിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ബേബിയാണ് കേട്ടോ. ചെറിയ ബേബി കണിയൊക്കെ കണ്ടിട്ട് പട്ടുപാടം ബ്ലൗസൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നതാണ്. അപ്പം സാധാരണ നമ്മൾ നമ്മുടെ എന്താ പറയുക, ഇതൊരു കാർഷികോത്സവമാണല്ലോ വിഷു. അപ്പം നമ്മൾ എല്ലാ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ വീട്ടിലുണ്ടാകുന്നൊക്കെയാണ് വെക്കേണ്ടത്. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് 6:30 വരുമെന്ന് പറഞ്ഞു. നമ്മൾ എന്നിട്ട് 7:45 8 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. പിന്നെ അവിടെ നിന്നെല്ലാം ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ വന്ന് കുളിച്ച് റെഡിയായി കണിയൊക്കെ വെച്ചപ്പോൾ ഒരു സമയമായി. അപ്പോൾ നമുക്കെല്ലാം അങ്ങനെയൊന്നും വെക്കാൻ പറ്റിയില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ കണി വെച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ചക്കയും പിന്നെ ഒരു വെള്ളരിക്കയും. അതുണ്ടായിരുന്നത് കൊണ്ട് അത് മാത്രം ഞങ്ങൾ വെച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു വെക്കാനായിട്ട്. പക്ഷേ കുഴപ്പമില്ല. കണിക്കൊന്നപ്പൂ ഉണ്ടായിരുന്നു, മുല്ലപ്പൂ ഉണ്ടായിരുന്നു, പിന്നെ വിളക്ക് കത്തിച്ചു, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ജിമിക്കി കമ്മൽ മൽഹാർ ഓൺലൈനിൽ നമ്മൾ മേടിച്ച തക്കടവും രാജേഷും ഇട്ടേക്കുന്ന കുർത്ത. ഓക്കെ. മുണ്ട് നമ്മൾ പണ്ട് നമ്മുടെ മ്യൂറൽ വർക്ക്സ് ഉള്ള ആളില്ലേ നമ്മുടെ പ്രിയ കിണ്ണ് ഉണ്ടാക്കിയതാണ് വിഷുവിന്. ഇത് മുണ്ട് സാധാരണ നമ്മൾ മേടിച്ചതാണ്. സാധാരണ നമുക്ക് ഈ മുണ്ട് അന്ന്
അപ്പം എന്താ പറയുക, അപ്പം ഇത് തക്കുടുവിനും രാജേഷിനും ഉള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മൽഹാർ ഓൺലൈനിൽ നിന്നാണ് കുർത്ത മേടിച്ചത് കേട്ടോ. മുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂറൽ പ്രിയ, നമുക്ക് മ്യൂറൽ വർക്ക്സ് നമ്മുടെ ബി ചേച്ചിയുടെ ആങ്ങളുടെ കല്യാണത്തിന് നമ്മൾ പോയപ്പം നമുക്ക് പെയിൻറ്റ് ചെയ്ത് നമുക്ക് തന്നതാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ മേടിച്ച് നമ്മുടെ സെറ്റും മുണ്ടും കുർത്തയും. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ ഇത് ഞാൻ ഇട്ടേക്കുന്ന പാടം ബ്ലൗസും എൻ്റെ പഴയ സാരി ഞാൻ വെട്ടി തയ്പ്പിച്ചതാണ് അമ്മേനെ കൊണ്ട് കേട്ടോ. പാടം ബ്ലൗസുമായിട്ട് വലിയ കൺവീനിയൻ്റ് ആണ്, ഈസി ടു വെയർ ആണ്, എന്നാൽ ട്രഡീഷണൽ വെയർ ആണ് താനും ഒരു ഡിഫറൻറ്റ്. കാരണം നമ്മൾ ഇപ്പോൾ ഈ സാരി ഉടുക്കുക, ഒരു പ്രാവശ്യം സാരി ഉടുത്തു കഴിഞ്ഞാൽ ആ സാരി പിന്നെ ഉടുക്കത്തില്ല. പിന്നെ ഇതൊക്കെ കഞ്ഞിവെള്ളമൊക്കെ മുക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാടം ബ്ലൗസോടെ നമുക്ക് ഈസി ആയിട്ട് അലക്കാനും പറ്റും, കഞ്ഞിവെള്ളമൊക്കെ മുക്കി നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ എന്നോർത്ത് ഞാൻ മേടിച്ചതാണ്. പക്ഷെ നല്ല മെറ്റീരിയലാണ് കേട്ടോ, ഒരു കളറൊന്നും പോകത്തില്ല. അപ്പം എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന അച്ഛനും അമ്മമാരുടെയും കയ്യിൽ നിന്ന് കുട്ടികൾക്കെല്ലാം നമ്മൾ വിഷു കൈനീട്ടം കൊടുപ്പിക്കുകയാണ്. പണ്ട് നമുക്ക് അഡൾട്ട്സിനും വിഷു കൈനീട്ടം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഫാമിലി വലുതായി വരുന്നതോറും നമുക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. നമ്മുടെ ടീനേജ് പയ്യന്മാർ പോകുന്നു. അവന്മാരെല്ലാം മുണ്ടും കുർത്തിയൊക്കെ ഇട്ട് ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ വലുതായി. എന്താ പറയുക, കാണുമ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുക്കുന്നതുകൊണ്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ പിള്ളേർ എത്ര വലുതായി എത്ര ഇതായെന്ന് കാണുന്നത്. തക്കട് കൊണ്ട മുണ്ടൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് എല്ലാം പറഞ്ഞാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു സാറിൻ്റെ ടോക്കിന് നമ്മൾ ഒരു ചെറിയൊരു ആസ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിന്ദു സമാജം തുടങ്ങിയപ്പോൾ 3, 4, 5 ഫാമിലികൾ ചേർന്നിട്ടാണ് ഹിന്ദു സമാജം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയുക, മനു ചേട്ടൻ ആൻഡ് ഫാമിലി, ആനന്ദേട്ടൻ ആൻഡ് ഫാമിലി, അനുപമ ആൻഡ് ഫാമിലി, പിന്നെ അശോക് ആൻഡ് ഫാമിലി, പിന്നെ നമ്മുടെ വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി ചേട്ടൻ്റെ പേരിപ്പോൾ, സരിത ചേച്ചി ആൻഡ് ഫാമിലിയാണ്. അങ്ങനെ പിന്നെ ജയരാജേട്ടൻ, ഓക്കെ, അങ്ങനെ കുറച്ച് പേരായിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. പിന്നെ രാകേഷ് ചേട്ടനൊക്കെയാണ് ഇതിൻ്റെ ലീഡിങ് മെമ്പർ. അപ്പോൾ രാകേഷ് ചേട്ടനൊക്കെ കെൻഡിലേക്ക് മൂവ് ചെയ്തതുകൊണ്ട് ചേട്ടനിപ്പോൾ നമ്മുടെ ഹിന്ദു സമാജത്തിൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ തുടങ്ങിയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. അപ്പം ഇപ്പോൾ നമ്മുടെ ഹിന്ദു സമാജം വളർന്ന് കുറേ വലുതായിരിക്കുന്നു, ഒത്തിരി മെമ്പേഴ്സ് വന്നിരിക്കുന്നു. ഇനിയും ഇങ്ങനെയൊക്കെ മെമ്പേഴ്സൊക്കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത് നമ്മുടെ വിദ്യ ടീച്ചർ, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പം ടീച്ചറുടെ കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഡാൻസൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിദ്യാ ടീച്ചറെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ടീച്ചർ ബേസ്ഡ് ഇൻ ചിച്ചസ്റ്ററാണ്, പോർട്സ്മൗത്തിലാണ് ഇപ്പം ഹോൾ ഹയർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കൂടുതൽ പറയട്ടെ, ഹിന്ദു കുട്ടികൾ അങ്ങനെ ജാതി വ്യത്യാസമില്ലാതെയാണ് കേട്ടോ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് എല്ലാ കുട്ടികളും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നമ്മുടെ കണിയൊക്കെ എടുത്ത് താഴത്തേക്ക് വെക്കുന്നതിന് മുപ്പാട് സ്റ്റേജിൽ നിന്ന്, കാരണം പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് മാറ്റി താഴത്തേക്ക് വെക്കണമല്ലോ. അപ്പോൾ അതിന് മുപ്പാട് ഞാൻ തക്കടുവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തതാണ്. അപ്പം എന്താ പറയുക, ഇത് നമ്മുടെ കുഞ്ഞു കുട്ടിത്താരങ്ങളാണ്. അവരെല്ലാവരും അവരുടെ അരങ്ങേറ്റം ഉണ്ട് കേട്ടോ, ഡാൻസ്. അപ്പം ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ, വിദ്യാ ടീച്ചറിൻ്റെ സ്റ്റുഡൻസാണ് ഇവരെല്ലാവരും. അവരുടെയൊന്നും പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ മറന്നും പോയി ആക്ച്വലി. അപ്പം എന്താ പറയുക, നമ്മുടെ UK വന്നിട്ടും കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാനും പാട്ട് പഠിക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ ടീച്ചർ പാട്ട് പാടിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കൂടുതൽ പാടുന്നുമുണ്ട്, ശാസ്ത്രീയ സംഗീതമാണ്. അപ്പോൾ കേൾപ്പിക്കാം കേട്ടോ.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെയും വലിയ കുട്ടികളുടെയും ഒക്കെ ഡാൻസ്? നല്ല എന്ത് രസമല്ലേ അവർ ഈ നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെയൊക്കെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത് കാണാനും. അപ്പോൾ നമ്മുടെ അടുത്തയാളുടെ ഡാൻസ് കാണാം കേട്ടോ. ഡാൻസ് കളിക്കുന്ന ആളുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം മിക്കവാറും ഇതിന് കോപ്പിറൈറ്റ് കിട്ടും. അത് കാരണം എനിക്ക് അധികം നേരം കേൾപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറയാം. മൗലിയിൽ മൈപ്പീലി ചാർത്തി, കൃഷ്ണൻ്റെ പാട്ടാണ്. അടിപൊളി പാട്ടാണ്. സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടേ. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓൾറൗണ്ട് വിത്ത് രശ്മി രാജേഷിൽ കാണാം. അല്ലെങ്കിൽ എൻ്റെ ഓൺ ഫേസ്ബുക്ക് പേജ് രശ്മികല രാജേഷ് എന്നുള്ളതിൽ കാണാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കണമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് കോപ്പിറൈറ്റ് ആയി കുറേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ ബ്ലോക്കായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ലിനീഷിൻ്റെ മോനാണ്. പുള്ളി ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കേൾക്കാം. സൂപ്പറായിട്ട് മലയാളമൊക്കെ പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങി.
അപ്പോൾ ഇത് നമ്മുടെ മാളു നിങ്ങൾ ഒത്തിരി ഡാൻസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ പേഴ്സണൽ ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഉള്ള വീഡിയോസൊക്കെ. ഒരു ഫാമിലി ഗാദറിംഗ്, അതിനുശേഷം തിരിഞ്ഞു പോകുന്നു. അതായത് നാടും വീടും വിട്ടൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയ ചെറിയ ഗ്യാദറിങ്സ് ആണല്ലോ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ആഘോഷം തന്നെ കണ്ടു, ഇതിലും വലിയൊരു വിഷു ആഘോഷം നാട്ടിൽ പോലും ചിലപ്പോൾ ചെയ്യാറുണ്ട്. നാട്ടിലാണെങ്കിൽ അവരവരുടെ വീടുകളിൽ മാത്രം ഒരു സദ്യയും വെച്ച് കൊടുക്കും. ഇവിടെ കണ്ടോ, എല്ലാവരും ഇവിടെ തന്നെ ഗ്യാദർ ചെയ്ത് നല്ലൊരു വിഷുക്കണിയും കണ്ട് സദ്യയും കഴിച്ച് എല്ലാ കലാപരിപാടിയും കണ്ട് പിരിയാൻ പോവുകയാണ്. ഇതിലും വലിയൊരു ആഘോഷം സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലുമില്ല. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെ വലിയൊരു ടീമുണ്ട്. അവിടെ കുറച്ച് അംഗങ്ങളെ എലക്ട് ചെയ്ത് കോർ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടീം എഫേർട്ടാണ്. ഇത് ഇലക്ടഡ് മെമ്പേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ എല്ലാം പിൻബലം നിങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഫാമിലീസ്, നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. നിങ്ങളുടെ എല്ലാം ഒത്തൊരുമയില്ലാതെ ഒരു പരിപാടിയും വലിയ വിജയമായി മുൻപോട്ട് പോകാൻ സാധിക്കുന്നതല്ല. സോ ഇനി അടുത്തൊരു വലിയ പ്രോഗ്രാം വരുന്നുണ്ട്, യോഗയാണ്. അതിനുശേഷം ഓണപരിപാടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം അയ്യപ്പ പൂജ. അത് നവംബർ ഡിസംബർ ആ സമയത്താണ് നടക്കുന്നത്. അതിൻ്റെ എല്ലാം കലണ്ടേഴ്സ് അവൈലബിൾ ആണ്. പുതിയ മെമ്പേഴ്സ് അത് അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നു. അടുത്തതായിട്ട് ഭക്ഷണ മാനേജ്മെന്റ് നമ്മുടെ ഉറക്കം ക്ഷീണത്തിലൊക്കെ തന്നെയാണ് നമ്മളിനി. ഞാനാണ് വിശന്നിട്ടിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് കഴിച്ചില്ല. ഇനി സദ്യ എപ്പോൾ ആകും എന്ന് ഓർത്തുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ സൂപ്പർ പരിപാടികൾ ഇങ്ങനെ അരങ്ങിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പരിപാടിയും നമുക്ക് കാണണ്ട എന്ന് തോന്നുന്ന ഒരു പരിപാടികളും ഇല്ലായിരുന്നു. കാരണം ഇത് അവിടെ ഇരുന്ന് മൊത്തവും കാണണം എന്ന് തോന്നുന്ന അത്രയും നല്ല പരിപാടികളായിരുന്നു. അവരൊക്കെ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തവരായിരുന്നു. നല്ല അടിപൊളി കലാകാരന്മാരും കലാകാരികളുമാണ് നമ്മുടെ സിന്ധു സമാജത്തിലുള്ളത് കേട്ടോ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി കോപ്പറേറ്റിൽ നിന്നുള്ള ഒരു ഒറ്റ പ്രശ്നം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളത് മൊത്തം കേൾപ്പിച്ചേനെ.
എന്താണ് നിങ്ങളെല്ലാവരും പരിപാടിയൊക്കെ ആസ്വദിക്കില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ കുറച്ച് ലോങ് ആവും. അപ്പം ഞാൻ മിക്കവാറും ഇതൊരു 2 പാർട്ടായിട്ട് ഇടാനാണ് വിചാരിക്കുന്നത്. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ സമാജത്തിൻ്റെ പേര് ഹാംഷെയർ ആൻഡ് വെസ്റ്റ് സസെക്സ് ഹിന്ദു സമാജം എന്നാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരിൽ മിക്കവരും തന്നെ ആസുഷം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ വരുന്നവരെല്ലാവരും മിക്കവരും തന്നെ നഴ്സുമാരും ഡോക്ടേഴ്സും IT പ്രൊഫഷണൽസും ഇപ്പം കുറേ എല്ലാവരും മൾട്ടി ടാലൻസ് ആൾക്കാരാണ് കേട്ടോ. ലിറിസിസ്റ്റ് ഉണ്ട്, സിംഗേഴ്സ്, ഡാൻസേഴ്സ്, എന്താ പറയുക, പടം വരയ്ക്കുന്നവർ, അങ്ങനെ ഭയങ്കര ടാലൻ്റുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ ജോലി അറിയാമല്ലോ, ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മളത് പറഞ്ഞ് നമ്മുടെ സദ്യ വന്നു. അടിപൊളി സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. എന്നും കഴിക്കും. വിശപ്പുള്ളത് കൊണ്ടാണോ, വിശപ്പുണ്ടെങ്കിലും എനിക്ക് നല്ല രുചിയില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കിവിടെ സദ്യ ഉണ്ടാക്കി തന്ന നമ്മുടെ സ്കറിയ ചേട്ടനായിരുന്നു. സ്കറിയ ചേട്ടൻ നല്ല തകർത്താണെന്ന് പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഒന്നിനൊന്നിനും എന്താ പറയുക, സൂപ്പർ ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഞാൻ അത്രയും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചൊരു വിഷുസദ്യ വേറെ ഇല്ലെന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വയറ് നിറച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടും ഒത്തിരി ഫുഡായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റി. ഞങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ ഫുഡുകൾ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച എങ്ങാണ്ട് അതും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ എല്ലാവർക്കും ബോറായി തുടങ്ങിയപ്പോൾ ഇച്ചിരി നോൺ വെജും കൂടെ കൂടി ഒന്ന് കഴിക്കുകയാണ് ചെയ്തത്. കാരണം ഒന്നും കളയാൻ തോന്നില്ല, അത്രയും ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും സംതൃപ്തരായിരുന്നു. സദ്യയിലും പരിപാടികളിലും എല്ലാവരും ആസ്വദിച്ചു. എനിക്ക് തോന്നുന്നു അശോക് പറഞ്ഞ പോലെ തന്നെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു വിഷു ആഘോഷങ്ങളോ ഒരു പരിപാടികളോ ഒന്നുമില്ല. അതൊക്കെ നിലച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇവിടെയാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വിഷു നാട്ടിൽ ആഘോഷിക്കാവുന്നതിൽ ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഇവിടെ വരുന്നു, കണി വെക്കുന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഹിന്ദു സമാജത്തിലേക്ക് പോകാമെന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പം കണിയും കാണാൻ പറ്റും, എന്താ പറയുക, നമുക്ക് നല്ല പരിപാടികളും കാണാൻ പറ്റും, അതുപോലെ തന്നെ സദ്യയും കഴിക്കാം എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും നാട്ടിൽ വിഷു ആഘോഷിക്കാത്തത് ഒട്ടും മിസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ സാരം കേട്ടോ. നമ്മുടേതായ വിലയുണ്ട്, വാല്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണ്, നമ്മളായത് പോരാ, വേറെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ പോലെ ആയാലോ എന്ന് പലർക്കും ചിന്തയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചും ചെയ്യും. വേറൊരാളെ നമ്മൾ കാണുമ്പോൾ അയാളൊന്ന് മാറ്റാൻ ശ്രമിക്കും. അയാളെ അല്ലാതാക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കും. അപ്പോൾ അത് പാടില്ല, അതിൽ കാര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു നർമ്മം കലർന്ന ഒരു വരികളാണ് ഇതിലുള്ളത്. അല്ലാതെ ഇത് ആദ്യമേ പറയാം, പട്ടി എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഇത് ആരെയും കൊച്ചാക്കാനോ പട്ടി എന്ന് പറയുന്ന മോശമായ ഒരു ജന്തുവാണെന്ന് പറയാനല്ല. അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം അങ്ങനെ എടുക്കരുത്, വാച്യ അർത്ഥത്തിൽ എടുക്കരുത്. അതിൻ്റെ അർത്ഥം വേറെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ പട്ടിയെ താഴ്ത്തി കിട്ടാനോ മനുഷ്യരെ ഉയർന്ന ആൾക്കാരാണെന്ന് പറയാനില്ല. ഒരു പക്ഷേ പല കാര്യത്തിലും പട്ടി തന്നെയാണ് മനുഷ്യരെക്കാളും ഉപരി എന്നുള്ളതായിട്ട് നമുക്കറിയാം. ശരി. കൂട്ടരെ 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 കേട്ടുകൊള്ളിൻ, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം. കൂട്ടരെ 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 കേട്ടുകൊള്ളിൻ, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം. ഉംറാന്റെ പട്ടിയായാലും അടിയാന്റെ പട്ടിയായാലും, ഉംറാന്റെ പട്ടിയായാലും അടിയാന്റെ പട്ടിയായാലും, രാമന്റെ പട്ടിയായാലും രാവണന്റെ പട്ടിയായാലും, രാമന്റെ പട്ടിയായാലും രാവണന്റെ പട്ടിയായാലും, പട്ടിയെല്ലാം ഒടുവിൽ വെറും പട്ടി തന്നെ, പട്ടിയെല്ലാം ഒടുവിൽ വെറും പട്ടി തന്നെ. കൂട്ടരെ 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 കേട്ടുകൊള്ളിൻ, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലല്ല, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം. പട്ടുടുപ്പിട്ടൊരുക്കിയാലും പങ്കാക്കീഴിലുറക്കിയാലും, പട്ടുടുപ്പിട്ടൊരുക്കിയാലും പങ്കാക്കീഴിലുറക്കിയാലും,
പാലൂട്ടി വളർത്തിയാലും മീനും കൂട്ടി തീറ്റിയാലും, പാലൂട്ടി വളർത്തിയാലും മീനും കൂട്ടി തീറ്റിയാലും പട്ടിയെല്ലാം ഒടുവിൽ വെറും പട്ടി തന്നെ, പട്ടിയെല്ലാം ഒടുവിൽ വെറും പട്ടി തന്നെ. കൂട്ടരെ 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 കേട്ടുകൊള്ളിൻ, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലെല്ലാം. തലയിലേറ്റി ചുമന്നാലും ഉമ്മ വെച്ച് ലാളിച്ചാലും, തലയിലേറ്റി ചുമന്നാലും ഉമ്മ വെച്ച് ലാളിച്ചാലും, പേനെടുത്ത് ചീകിയാലും പൗഡറിട്ട് മിനുക്കിയാലും, പേനെടുത്ത് ചീകിയാലും പൗഡറിട്ട് മിനുക്കിയാലും പട്ടിയെല്ലാം ഒടുവിൽ വെറും പട്ടി തന്നെ, പട്ടിയെല്ലാം ഒടുവിൽ വെറും പട്ടി തന്നെ. കൂട്ടരെ 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 കേട്ടുകൊള്ളിൻ, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലല്ല, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലല്ല, നാട്ടിൽ പട്ടിയെ കൊണ്ടുളവായ ഗുലുമാലല്ല. എല്ലാ ആഘോഷങ്ങളും നമ്മുടെ സൗഹൃദ ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ആവട്ടെ, സ്നേഹബന്ധങ്ങളുടെ ഇഴ ചേർക്കുന്നതിന് വേണ്ടിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അന്നൊരു വിഷു പുലരിയിൽ. നമ്മൾ കുറെ പടക്കം വരുന്നത് എല്ലാം നമുക്ക് പൊട്ടിച്ച് തകർക്കണം. അതിനെ തുടങ്ങണം. രാജു 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 നിങ്ങൾ നിർത്തിയല്ലേ? നിങ്ങൾക്ക് എന്നെ കളിയാക്കാം. ഞാൻ എപ്പോഴേ പറഞ്ഞല്ലേ ഞാനുള്ള സമയത്ത് ഇവിടുന്ന് പടക്കം പൊട്ടിക്കരുതെന്ന്. ഈ പടക്കങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ ഞാനെന്ന പഴയ വിഷുക്കാലമാണ് ഓർക്കുന്നത്. എന്നാ വിഷുദിനത്തിൽ എന്റെ വീട്ടിന്റെ മുറ്റത്ത് രാജ്യത്തിന്റെ ദേശീയ പതാക പതിപ്പിച്ച് കിടത്തിയ എന്റെ അച്ഛനെയും അന്ന് ആകാശത്തേക്ക് ആചാര വെടിമുഴക്കിയപ്പോ പേടിച്ച് അമ്മയുടെ സാരിത്തലപ്പിലേക്ക് മുഖം കുത്തിയ ആ 10 വയസ്സുകാരനായി തോന്നുന്നു സന്ദീപ. ഞാൻ നിന്റെ അച്ഛൻ ഇത്ര ധീരനായ ഒരു പട്ടാളക്കാരനായിരുന്നു.
ഇങ്ങനെ പടക്കങ്ങളുടെ ഒച്ച കേട്ട് പേടിക്കേണ്ടവരല്ല. ഞാൻ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ കൂടെ എത്തിയിട്ടുണ്ട്. ആ ഞാനിനി പോവാ. നമുക്ക് നാളെ കാണാം. നീ പോവാണോ? വീട്ടിലേക്കൊന്നും എഴുതുന്നൊന്നുമില്ലേ? ഓ ഞാനെന്ത് വാങ്ങിക്കാനോ? അച്ഛൻ പോയത് പിന്നെ എന്ത് വിഷു, എന്ത് ഓണം, എന്ത് ആഘോഷം. എന്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമാവില്ലടാ. നമുക്ക് നാളെ കാണാം. ശരിയടാ. അതൊക്കെ ഒരു വിഷുക്കാലം. അതെ, ദേവിയേട്ടനുണ്ടായിരുന്ന കാലത്തെ വിഷു ഓണം നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ആഘോഷിക്കുന്നത്. എന്തായാലും നമുക്ക് നാളെ അവന്റെ വീട്ടിൽ അവനെ അങ്ങനെ ഒറ്റക്കാക്കാൻ പാടില്ല. ഓ ഞാൻ കൂട്ടുകാരോട് ചേരുന്നു. എടാ നാളെ വിഷു അല്ലേ, ഇന്നിട്ട് നേരത്തെ നിനക്ക് വന്നുകൂടായിരുന്നോ? അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് വേഗം കൈ കഴിക്കുക, നമുക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ടാണ് നാളെ വിഷുക്കണി കാണാൻ. ഇല്ല അമ്മേ, അമ്മ ഭക്ഷണം കഴിച്ചിടന്നോളൂ. ഞാൻ കഴിച്ചതാ. രാജു, രാജു, എത്ര രസമായിരുന്നു, എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ഓരോ ആഘോഷങ്ങളും ആഘോഷിച്ചത്. അപ്പം ഇത് നമ്മുടെ സമാജത്തിലെ ആൾക്കാരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് ഉണ്ടാക്കിയൊരു നാടകമാണ്. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ഇതിലൊക്കെ അഭിനയിച്ചൊന്നും വലിയ പരിചയമുള്ളവരല്ല. മൈക്കിൻ്റെ അടുത്തേക്ക് കുറച്ചും കൂടിയൊക്കെ നിന്നാലേ ശബ്ദം കേൾക്കത്തുള്ളായിരുന്നു. അപ്പം സൗണ്ട് ഞാൻ മാക്സിമം കൂട്ടിയിട്ടിട്ടാണ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക, ഇതിന് പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മ്യൂട്ട് ചെയ്തത്. ഈ അമ്മയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ഷാലുവാണ് കേട്ടോ. ഒരു നിമിഷം ഞാൻ പഴയ കാര്യമൊക്കെ ഓർത്തു. അമ്മ ഞാനൊന്ന് പുറത്തേക്ക് കേട്ടോ. രാജു മോനെ, നിൽക്കണോ മോനെ? രാജു, ഈ ചായ എങ്കിലും ഒന്ന് കുടിച്ചിട്ട് പോടാ മോനെ. ഈ ഉണ്ണിയപ്പം എങ്കിലും ഒന്ന് കഴിക്കണം മോനെ. ഇതൊക്കെ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? അമ്മയെ സഹായിക്കാൻ അച്ഛനുണ്ടല്ലോ, അത് മതി. അല്ല ചേച്ചി കഴിഞ്ഞിട്ടൊന്നുമില്ലേ? ഗൾഫിൽ നല്ല പണി വരുന്നല്ലേ ഭർത്താവിന്റെ കയ്യിൽ നിന്ന്. മതി. ഒരു ധൈര്യം
ഇത്രയും നേരം ഇവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പാത്രം പിടിച്ച എനിക്കില്ലേ, ഞാൻ സൗകര്യം മേടിച്ചു എനിക്കില്ല ഞാനിവിടെ പറഞ്ഞോണ്ടിരിക്കും. മോളെ ഇന്നത്തെ ദിവസം പ്രത്യേകത നമുക്കറിയാം. എല്ലാവരും വിഷുക്കണി വെക്കുന്നു, വിഷു കൈനീട്ടം വാങ്ങിക്കുന്നു, വിഷുസദ്യ ഉണ്ടാക്കുന്നു. അതിന് പിന്നൊരു കഥയുണ്ട് മോളെ. പണ്ടൊരു ദിവസം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു. എന്നും നാട്ടിലുള്ള അമ്പലത്തിൽ പോയി കുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് കുട്ടിയുടെ ആഗ്രഹം എന്തെങ്കിലും കൃഷ്ണൻ ഒന്ന് പ്രത്യക്ഷപ്പെടണമെന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു ദിവസം കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. കുട്ടിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് വരം വേണ്ടത്? കുട്ടി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, എനിക്കൊന്ന് കാണാൻ മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, അത് സാധിച്ചല്ലോ, അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ സന്തോഷമായിട്ട് കൃഷ്ണന്റെ അറയിലെ അരഞ്ഞാണം എടുത്തിട്ട് കുട്ടിക്ക് കൊടുത്തു. കുട്ടി അതിനെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം അമ്പലത്തിൽ പൂജ ചെയ്യാൻ വന്ന് നോക്കുമ്പോൾ കൃഷ്ണന് അറിയാമില്ല. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഓടിക്കൂടി എല്ലാവരും പ്രശ്നമാക്കി, ആകെ പ്രശ്നങ്ങൾ. അങ്ങനെ ആരോ പറഞ്ഞ് കുട്ടിയുടെ അറയിൽ അരഞ്ഞാണം കണ്ടു തുടങ്ങി. അങ്ങനെ നാട്ടുകാരിലെ കൂടി കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടി എല്ലാവരും കുട്ടിയെ കള്ളനാക്കി. കുട്ടിയെ കള്ളനാക്കി കുട്ടി പറഞ്ഞു, കുട്ടിയുടെ അമ്മയും പറഞ്ഞു, ഇത് കൃഷ്ണൻ എനിക്ക് തന്നെയാണ്. അങ്ങനെ അത് പറഞ്ഞ് കുട്ടി അമ്മ എന്ത് ചെയ്തു? ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആക്കിയ ശേഷം അമ്മ ആ അരഞ്ഞാണം എടുത്തിട്ട് ഒരൊറ്റ ഏറെ കൊടുത്തു. ഈ അരഞ്ഞാണം ഒരു മരത്തിൽ ചെന്ന് ചുറ്റി. അങ്ങനെ ആ മരത്തിലെ ഇലകളെ കമ്പിട്ട് മഞ്ഞക്കളറായി. അതാണ് കൊന്നപ്പൂ. ചായ കൊണ്ടാണല്ലോ രാവിലെ വരുന്നത് അമ്മേ. ആ നല്ല ഉണ്ണിയപ്പാണല്ലോ. ഓ ആണോ? അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഞാനങ്ങനെ കഴിക്കാറില്ല. ചേച്ചി ഞാൻ വീട്ടിൽ പോയി വരാം. ഓ ഇല്ല ഇല്ല, ഞാൻ പോയി വരാം. ആ ശരി. അമ്മേ അമ്മേ അമ്മേ. രാജു, നീ എവിടെ പോയതായിരുന്നു മോനെ? രാവിലെ എന്ത് പെട്ടെന്നാണ് ഇറങ്ങി പോയത്? അമ്മ ചായ ഉണ്ണിയൊക്കെയായി വന്നപ്പോഴത്തേക്കും നീ പോയി കഴിഞ്ഞു. ക്ഷമിക്കമ്മേ, ഞാൻ നമുക്കൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമാണ്. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കോടി. ആഘോഷങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടാടാം. വാ, നമുക്ക് സദ്യ ഉണ്ടാക്കണ്ടേ? വാ. ആ വിനോദ്, സന്ദീപ്, വേറെ കോഫി ഉണ്ടായിരുന്നാ? അമ്മേ, നമ്മുടെ നാട്ടുകാർ വന്നു. നമുക്കിന്ന് ഒരുമിച്ച് വിഷു ആഘോഷിക്കാം. നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി നമുക്ക്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വിഷു ആഘോഷങ്ങളും എൻ്റെ കണിവെക്കലും ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് കണി വെച്ചതിൻ്റെ കുറേ വീഡിയോസ് കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷം കണിയൊക്കെ വെക്കണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടത്, ഞാൻ ഓരോ പ്രാവശ്യം കിട്ടുന്ന സാധനം വെച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ വിഷു ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പം ബൈ ബൈ.